ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, തിരക്കിലൊന്നുമല്ലല്ലോ. നമ്മുടെ ഈ കോർപ്പറേറ്റ് കൾച്ചറിൽ നമ്മൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഗോൾസ് ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസിന് പകരം വെറുതെ റീൽസ് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലോട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ? നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം അല്ലെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണ്ടേ. അതെ അതെ, റീൽസ് മാത്രമല്ല അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള പോയിന്റ് ഉണ്ട്. അത് കൂടുതലും കുറവായിട്ടൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ നമ്മൾ ഈ റീൽസിൽ കാണുമ്പോഴത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡ് തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ അവിടെ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ആവണം. ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി. പണ്ടൊക്കെ ഫുൾ ഡള്ളായിരുന്നല്ലോ കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറഞ്ഞാൽ. ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വേൾഡായിരുന്നു. പക്ഷേ ഏറെക്കുറെ ഇപ്പോൾ ആൾക്കാർക്ക് കോർപ്പറേറ്റ് വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുണ്ട്. ഈ റീലും അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുന്ന സമയത്ത് റീൽസ് ഫോക്കസ്ഡ് ആയി ചെയ്യുന്നവരുണ്ട്, കരിയർ ഫോക്കസ്ഡ് ആയി ചെയ്യുന്നവരുണ്ട്. രണ്ടും അത് നോക്കുമ്പോൾ രണ്ടും നല്ലതാണ്. അത് നമ്മളുടെ പേഴ്സണൽ രീതിയിൽ ഒപ്പീനിയനിൽ ചെയ്യുന്നതാണ് നല്ലത്. മാർക്കറ്റിംഗ് പരമായിട്ട് എല്ലാ കോർപ്പറേറ്റ് കമ്പനീസും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ റീൽസിൻ്റെ ഒരു ഇത്. അങ്ങനെ തോന്നുന്നത് അത് കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയി. നമ്മൾ മുന്നേയൊക്കെ കണ്ടിരുന്ന കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ഇതൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ആക്ച്വലി പറയുന്നില്ല. അത് ചില ഓഡിയൻസിലേക്ക് കറക്റ്റ് എത്തുന്നുമില്ല. നമുക്കിങ്ങനെ റാൻഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്കാണ് എത്തുന്നത്. കറക്റ്റായിട്ടുള്ള ഫിറ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.